പ്രിയപ്പെട്ടവരെ നമസ്കാരം. സ്ത്രീകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളിൽ സ്ത്രീകളുടെ അധമബോധം എന്ന വിഷയത്തെ ഒന്ന് പഠിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലധികം കേട്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ് അധമബോധം എന്നുള്ളത്. സ്ത്രീകൾക്ക് അതിനെപ്പറ്റി തീരെയും ബോധമില്ല. സ്ത്രീകളോട് നമ്മൾ അഥവാ ചോദിച്ചാൽ തന്നെ നിങ്ങൾ അടിമബോധത്തിലാണോ അടിമത്തത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പൊതുവെ അല്ല എന്നായിരിക്കും പറയുക. പക്ഷെ ഞാൻ എൻ്റെ നിരീക്ഷണ ഫലങ്ങളും കൂടെ നിങ്ങളോടൊന്ന് പറയാം. നമ്മൾ പൊതുവെ സഹകരിക്കുമ്പോൾ എന്ന സ്ത്രീകളോടൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്ന് കാണാറുണ്ട്. എന്ത് കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോഴും അത് ഞാൻ വീട്ടിൽ ചെന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഭർത്താവിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ അവർക്കൊരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം. കാരണം അവർ ഈ ചോദിക്കട്ടെ എന്ന് പറയുന്നത് മിക്കവാറും നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. അതുപോലെ പിന്നെ മറ്റൊന്ന്, അവരുടെ ശരീരത്ത് ആക്രമിക്കുന്നതിനോ അല്ലെന്ന് വരിയിൽ അവർ അടിക്കുന്നതിനോ ഒക്കെ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. അവരോട് കഴിഞ്ഞ വർഷം ഒരു റിപ്പോർട്ടിൽ വന്നത് ഒരു 85% സ്ത്രീകളും ഞങ്ങളെ തല്ലാൻ ഞങ്ങളുടെ ഭർത്താവിന് അവകാശമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും അവർ അടിമബോധത്തിൽ തന്നെ ജീവിക്കുന്നവരാണെന്നുള്ളതാണ്. അതുപോലെ ഇക്കൂട്ടര് ഭയങ്കര ഭയമുള്ളവരായിരിക്കും. എല്ലായ്പ്പോഴും എല്ലാത്തിനോടും എന്തിനോടും ഏതിനോടും ഭയമുള്ളവരായിരിക്കും അടിമബോധത്തിലുള്ള മനുഷ്യര്. അവരെ മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിലോ ഒന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാനും സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഇവര് അടിമബോധത്തിലുള്ളവര് അവരുടെ സ്വന്തം അവകാശങ്ങളെ പറ്റി തീർത്തും ബോധമുള്ളവരായിരിക്കത്തില്ല. താങ്കൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, അക്കാര്യത്തിലൊന്നും യാതൊരു തീർച്ചയും ഇല്ലാത്തവരായിരിക്കും. അതുപോലെ ഒരു സ്വയം മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കത്തില്ല. നമുക്കറിയാം, സ്ത്രീകളുടെ ശരീരം സ്വയം സമ്പൂർണമായൊരു ശരീരമാണ്. അത് എങ്ങനെ വിനിയോഗിച്ചാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാം എന്നുള്ളതിനെപ്പറ്റി, അതിൻ്റെ വില, ആ ശരീരത്തിൻ്റെ വില, ആ സ്ത്രീ എന്ന അസ്തിത്വത്തിൻ്റെ വില ഇതൊന്നും മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കില്ല അടിമബോധത്തിലുള്ള സ്ത്രീകൾ. അമിതമായിട്ട് മറ്റുള്ളവരിൽ വിധേയത്വം ഉള്ളവരായിരിക്കും. സ്വന്തമായ ഒരു അസ്തിത്വം കാണാതെ എപ്പോഴും മറ്റുള്ളവരുടെ വിധേയത്വത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ അടിമബോധത്തിലുള്ള സ്ത്രീകൾ. പറയുന്നത് കേട്ടിട്ടില്ല, ചില സ്ത്രീകളൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ജീവിതമൊക്കെ ആണ് ഇഷ്ടം, ഞങ്ങൾക്ക് മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. അത് ഒരു അടിമബോധത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ അടിമബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഉള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇത് മനുഷ്യരിലെ ഈ കണ്ടീഷനിങ്ങിലൂടെയാണ് പ്രധാനമായിട്ടും ചെറുപ്പം മുതൽ ഉണ്ടായി വരുന്ന ഒരു സാധനമാണ് ഈ അടിമബോധം. പിന്നെ അത് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറ്റപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ പ്രധാനമായിട്ടും അതിന് വേണ്ട ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ ഉൽപ്പന്നങ്ങളുമാണ്. ആചാരങ്ങൾ, ചടങ്ങുകൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മളെ കറക്റ്റായിട്ടും അടിമബോധത്തിൽ നിർത്താൻ ഉപയോഗിക്കുന്ന സംഗതികളാണ്. അതുപോലെ മതത്തിൻ്റെ വക്താക്കളും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയൊക്കെ പരമാവധി സ്ത്രീകളെ അടിമബോധത്തിൽ തളച്ചു നിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഓരോരോ പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബോധത്തിലുള്ള ജീവിക്കുന്ന അവസ്ഥയ്ക്ക് അടിമബോധം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് അധികം പേരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ അടിമബോധത്തിലാണ് സ്ത്രീകൾ ജീവിക്കുന്നതെന്ന് പറയാൻ കാരണം. എന്നാൽ ഇത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില വ്യക്തികളിൽ വ്യത്യസ്തമായിരിക്കും. എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലരിൽ ഏറെയും കുറഞ്ഞും വരും എന്നുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ശരി, നന്ദി.